ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടി പോയി. ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്ന വഴിയാണിത്. വഴിയിൽ തന്നെ ഗ്ലോബൽ വില്ലേജ് എന്ന വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാനുള്ള വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാർക്കിംഗ് എവിടെയാണ് കിട്ടുക എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് ബോർഡിൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. 12 വരെ പാർക്കിംഗ് 12 വരെ ഉള്ള സ്പേസ് അവിടെയുണ്ട്. പേ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ഉണ്ട്. P1 എന്ന് പറയുന്നത് പേ പാർക്കിംഗ് ആണ്. അവിടെ 200 രൂപയാണ് ചാർജ് വരുന്നത്. അതിൻ്റെ ഗേറ്റാണിത് P1. നമ്മൾ ഫ്രീ പാർക്കിംഗ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു. നല്ല സ്ഥലം, ഇത്രയും തിരക്കുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി നിർത്തിയിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ്. ഒരു കൂട്ടം ആൾക്കാർ ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടി ഇങ്ങോട്ടും, കണ്ടു കഴിഞ്ഞ ആൾക്കാർ അങ്ങോട്ട് തിരിച്ചു. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ വണ്ടികളും നിർത്തി കൊടുത്ത് ക്രോസിങ്ങിലൂടെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സേഫായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് കാണാൻ കഴിയും. ജനങ്ങൾക്കും യാത്രക്കാർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാണ് അവരിതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പവലിയനുകളാണ്. പിന്നെ ഗ്ലോബൽ വില്ലേജ് ഗേറ്റ്, വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മളതിനകത്തേക്ക് നമുക്ക് നിർത്തേണ്ട പാർക്കിംഗ് എവിടെയാണോ, സ്പേസ് എവിടെയാണോ നോക്കി അതിനകത്തേക്ക് കയറി വണ്ടി നല്ല വൃത്തിയായിട്ട് പാർക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. യാതൊരുവിധ പ്രയാസവുമില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും പാർക്കിംഗ് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുമ്പോൾ നിർബന്ധമായിട്ടും അത് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുകയെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഈ തിരക്കിൽ നിന്ന് വണ്ടി കിട്ടാൻ വളരെ പ്രയാസമാവും. ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ തിരക്കില്ല, ഒരുപാട് പാർക്കിങ്ങുകൾ ഒഴിഞ്ഞ് കിടക്കണം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ ഗ്ലോബൽ വില്ലേജിലേക്ക് നടക്കുകയാണ്. ഇതാണ് ഗ്ലോബൽ വില്ലേജ് ഗേറ്റ്. വെൽക്കം ടു